രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതിനിധിയായി അദ്ദേഹം പങ്കുചേർന്നപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയെന്നുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറിയാണ്. അതിന് ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അതിനൊരു മറുപടി അദ്ദേഹം നടത്തുകയാണ്. പിണറായി വിജയനെ ജയിലിൽ അടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. നട്ടാൽ കുരക്കാത്ത നുണ പറയുകയാണ് മുഖ്യമന്ത്രി. പരാജയ ഭീതിയിലാണ് ഇതെല്ലാം നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ വിമർശനം പരിഹാസ്യമാണ് എന്നും വി ഡി സതീശൻ ന്യൂസ് 8 വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മലബാറിലെ ഏറ്റവും അധികം ഇടതുപക്ഷം പ്രചരണായുധമാക്കുന്നത് ലീഗിന്റെ കൂടി കോൺഗ്രസ് എവിടെയും അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ എന്നുള്ളതാണ്. ലീഗിനോട് ഇത്ര താല്പര്യം കാണിക്കുന്ന രീതിയിൽ CPM ആദ്യമായിട്ടല്ല പറയുന്നത്. എങ്ങനെ കാണുന്നത്? ഇത് അവരന്വേഷിക്കേണ്ട ഒരു ആവശ്യമല്ല. ഞങ്ങളുടെ UDFന്റെ പരിപാടിയിൽ പ്ലക്കാർഡ് ഉയർത്തണോ, കൊടി ഉയർത്തണോ, ബാനർ ഉയർത്തണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ. അത് AKG സെന്ററിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് പിണറായി വിജയൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. CPM സമ്മേളനത്തിൽ എന്തുപയോഗിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഒരു വിഷയമില്ലാഞ്ഞിട്ടും ചില വിഷയങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സ്വയം ഉണ്ടാക്കുന്ന അജണ്ടയാണ്. എന്നിട്ട് സ്വയം വിശ്വസിക്കുകയാണ് പിണറായി വിജയൻ ഈ അജണ്ടയിലാണ് കേരളം നിൽക്കുന്നത്. ഈ അജണ്ടയിലൊന്നും അല്ല കേരളം നിൽക്കുന്നത്. കേരളം നിൽക്കുന്നത് ഈ സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധവും രോഷവുമാണ് ജനങ്ങളുടെ മനസ്സിൽ. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട. തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാൻ വേണ്ടി ലീഗിന്റെ കൂടി പൗരത്വ നിയമം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് സ്വയം വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇതാണ് തെരഞ്ഞെടുപ്പിലെ അജണ്ട എന്ന്. അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിലെ അജണ്ട. പിന്നെ ലീഗ് ഞങ്ങളുമായിട്ട് 40 കൊല്ലത്തെ ബന്ധമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്മൃതി ഇറാനി, പിണറായി വിജയൻ തുടങ്ങിയവരൊക്കെ പ്രസ്താവന ഒരു സ്ഥലത്ത് തയ്യാറാക്കുന്നത് എല്ലാം ഒരേ വാചകങ്ങളാണ്. എല്ലാം ഒരേ വാചകങ്ങൾ, ഒരേ ടോണാണ്. 5 കൊല്ലം മുമ്പ് ഈ ലീഗിന്റെ കൊടി വിവാദമാക്കിയതാരാ? BJP. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ലീഗിന്റെ കൊടി വിവാദമാക്കിയതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് BJPയിൽ നിന്നും പിണറായി വിജയനിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു. ഏകദേശം ഒരുമിച്ച് ഒരേ ട്രാക്കിൽ തോളോട് തോളുരുമി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയാണ് ലീഗ് ബന്ധം ദേശീയ തലത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാനാണ് ഇത് ചെയ്തതെന്ന്. ഇത്രയും വിഡ്ഢിത്തരം ആരെങ്കിലും പറയുമോ? കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്നുവരെ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ലീഗ് ഇല്ലാതെ ചേർന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ 40 വർഷമായിട്ട് ഇവിടെയുള്ള ബന്ധമാണ്. കേരളം മുഴുവൻ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും കേരള കോൺഗ്രസുകളുടെ കൊടിയൊക്കെ ഒരുമിച്ച് കെട്ടിയിട്ട് മുടി മുഴുവൻ ഒരുമിച്ചാ കെട്ടിയിരിക്കുന്നത്. കേരളം മുഴുവൻ ഒരുമിച്ചാ കെട്ടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത എത്രയോ പരിപാടികളിലാണ്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കേരള യാത്രയിൽ അക്കമ്പനി ചെയ്താണ്. ഇപ്പോ ഈ 3 പരിപാടികൾക്ക് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തുടങ്ങി. കണ്ണൂരിൽ തന്നെ പരിപാടിയിൽ സ്റ്റേജിന്റെ മുമ്പിലടക്കം എല്ലാ സ്ഥലത്തും ഈ കോൺഗ്രസിന്റെ കൊടി, ലീഗിന്റെ കൊടി. പിന്നെ ഇവരെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം പിണറായി ജയിലിലടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന, പ്രസംഗത്തിലൊരു ഭാഗം, അത് വലിയ തോതിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. രാഹുൽ ദേശീയ നേതാവായിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അങ്ങനെ അഭിപ്രായം? രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഏത് സമയത്ത് എന്നെ വിമർശിക്കുന്നു. അദ്ദേഹം 38 മിനിറ്റ് സംസാരിച്ചത് BJPക്കെതിരെയാണ്. 2 മിനിറ്റാണ് കേരള കാര്യം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? BJP എന്നെ വേട്ടയാടുകയാണ്. 55 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്നെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് എന്നെ അപമാനിച്ച് പുറത്തുവിട്ടു. ഞാൻ നിരന്തരമായി BJPയുമായി യുദ്ധം ചെയ്യാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ വേട്ടയാടുന്നത്? അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് കുറച്ച് സമയമെങ്കിലും BJPക്കെതിരായി സംസാരിക്കണം. പിന്നെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും BJPക്കെതിരായും നരേന്ദ്രമോദിക്കെതിരായും സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ എല്ലായിടത്തും ഒരു നടപടികളാണ്. എല്ലായിടത്തും 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിൽ മാത്രം പിണറായി വിജയൻ ഒരു നോട്ടീസ് പോലും കേന്ദ്ര ഏജൻസികൾ കൊടുത്തിട്ടില്ല. അതായത് അവർ തമ്മിലൊരു ബന്ധമുണ്ട്. അത് പിണറായി വിജയനെ ജയിലിലടക്കണം എന്നാക്കിയത് മാറ്റിയത് തെറ്റായ വ്യാഖ്യാനിച്ചതാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗമല്ല. അദ്ദേഹം പിണറായി വിജയനെ ജയിലിലടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും സംസാരിച്ചിട്ടൊന്നും. അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് എന്തും പറയാമല്ലോ. നോണ മാത്രമേ വായെടുത്താ പറയുള്ളൂ. ഇപ്പോ നട്ടാ കുരുക്കാത്ത നോണയാണ്. രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്താണെന്ന് പറഞ്ഞ ആളല്ലേ. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്ന പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ ഞാൻ ഹാജരാക്കിയല്ലോ. പൗരത്വ നിയമ ചർച്ച വന്നപ്പോൾ കോൺഗ്രസ് MPമാർ ആരും അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയിരിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു.
അവരെല്ലാം പ്രസംഗിച്ചതിന്റെ വീഡിയോ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വാ തുറന്നാൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രമാണ് മുഖ്യമന്ത്രി. രീതിയിലാണ് ഇത്തരം പ്രചരണം നടന്നത്. പിന്നല്ലാതെ എന്നിട്ട് ഇതൊക്കെ അജണ്ട ആവുമെന്ന് സ്വന്തം വിശ്വസിക്കുകയാണ്. ഇതൊന്നും അല്ല അജണ്ട. അജണ്ട ഇയാൾ പെൻഷൻ കൊടുക്കാത്തതും ആശുപത്രിയിൽ മരുന്നില്ലാത്തതും മാവേലി സ്റ്റോറിൽ സാധനം ഇല്ലാത്തതും കേരളത്തിലെ തകർത്ത് തരിപ്പണമാക്കിയതും അക്രമവും ധാർഷ്ട്യവും ധിക്കാരവും ക്രമസമാധാന നില തകർന്നതും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും പോലീസിനെയും പ്രോസിക്യൂഷനും ചേർന്ന് നിന്നിട്ട് പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തുന്നതൊക്കെയാണ് അജണ്ട. അപ്പൊ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്വയം തന്നെത്താൻ പറഞ്ഞിട്ട് ഇതായിരിക്കും അജണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത്ര മൂഢന്മാരല്ല കേരളീയ മലയാളികൾ എന്ന് വിചാരിച്ചാൽ മതി. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. യെസ്, അത് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും തിരിച്ചെത്താം, മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.